ഇന്നലെ വളരെ പെട്ടെന്ന് ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന മുൻകരുതലുകളൊന്നും പാലിക്കാതെ രാഷ്ട്രീയമായ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി പൂട്ടുക പി.വി. അൻവറിനെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് പെരുമാറിയത്. അത്തരത്തിലൊരു അഭിപ്രായമാണ് കേരളത്തിൽ പൊതുവെ ഉണ്ടായിട്ടുള്ളതും. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി പി.വി. അൻവറിന് ഗുണം ചെയ്യുന്നൊരു സാഹചര്യം അറിഞ്ഞോ അറിയാതെയോ സർക്കാർ ഉണ്ടാക്കി എന്നുള്ളതാണ് വിചിത്രമായ സാഹചര്യം. കേവലം പ്രേരണാ കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു MLA 125ഓളം പോലീസുകാരുടെ ബന്ധഫസിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സംഘർഷാന്തരീക്ഷവും വളരെ പ്രധാനമാണ്. എന്നാൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിയമത്തിന് താൻ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഒന്നും ഉണ്ടാക്കാതെ പോലീസിന് പി.വി. അൻവർ കീഴടങ്ങിയത്. അതും വളരെ പ്രധാനം തന്നെയായിരുന്നു. വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ നാടകം പി.വി. അൻവറിന് കളിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും താൻ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, നിയമസഭാ പ്രതിനിധി എന്ന നിലയ്ക്ക് നിയമത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന ആളായി തന്നെ പോലീസിന് കീഴടങ്ങുന്നു എന്നാണ് അദ്ദേഹം വാർത്താലേഖകരോട്, മാധ്യമങ്ങളോട് ആ സമയത്ത് പറഞ്ഞത്. ആ അർത്ഥത്തിലൊക്കെ പൊളിറ്റിക്കലി നന്നായി ഈ വിഷയത്തെ ഉപയോഗിക്കാൻ തന്നെയാണ് അൻവർ തുടക്കം മുതൽ തന്നെ നീക്കം നടത്തിയിരുന്നത്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ സർക്കാർ ഇന്നലെ ധൃതി പിടിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നൽകിയ റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കേവലം പ്രേരണാക്കുറ്റം മാത്രം ചുമത്തപ്പെട്ട ഒരു റിമാൻഡ് റിപ്പോർട്ടായിരുന്നു. അതാണ് കോടതി ഇന്ന് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം പി.വി. അൻവർ പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പി.വി. അൻവറിനെ സ്വീകരിക്കാനായി അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരെല്ലാം തയ്യാറെടുക്കുകയാണ്. ഇതൊരു പൊളിറ്റിക്കലായ വിഷയമായ ഒരു രാഷ്ട്രീയ അറസ്റ്റായി പി.വി. അൻവർ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. യഥാർത്ഥത്തിൽ CPM-നും അതുപോലെ തന്നെ സർക്കാരിനും വന്നൊരു വീഴ്ചയാണ് ഈ അറസ്റ്റ് എന്ന് പോലും വേണമെങ്കിൽ വിലയിരുത്താം. UDF ഇക്കാര്യത്തിൽ പി.വി. അൻവറിനോടൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായിട്ടുള്ള സംഭവവാസങ്ങളിൽ കിഴക്കൻ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ വടക്കൻ പ്രദേശങ്ങളിലും വലിയ ജനകീയ വികാരമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ജനകീയ വികാരത്തെ പരമാവധി മുതലെടുക്കുക എന്നതും പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയാണ്. ആ രാഷ്ട്രീയ അജണ്ട ഏറ്റെടുത്ത് ഇപ്പോൾ സമരത്തിനിറങ്ങിയിരിക്കുന്ന പി.വി. അൻവറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അറസ്റ്റ് എന്ന് പറയുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുന്നു. UDF-ന്റെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അൻവറിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നതാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള P.K. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. UDF ഉന്നയിക്കുന്ന രാഷ്ട്രീയ അജണ്ട തന്നെയാണ് പി.വി. അൻവറിൻ്റെ എന്നും അതുകൊണ്ട് ഇക്കാര്യത്തിൽ പി.വി. അൻവറിനെ തങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുമാണ് വളരെ വ്യക്തമായും P.K. കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് ഇന്ന് രാവിലെ പറഞ്ഞത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളുണ്ടായി. പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ K. സുധാകരൻ അദ്ദേഹത്തിനെ പിന്തുണച്ച് രംഗത്ത് വന്നു. UDF-ന്റെ കൺവീനറായ M.M. ഹസൻ പറഞ്ഞത് തീർത്തും അന്യായമായ നടപടിയാണ് പി.വി. അൻവറിൻ്റെ അറസ്റ്റ് എന്നാണ്. ഇക്കാര്യത്തിൽ പ്രതിഷേധമുണ്ടെന്ന് തന്നെയാണ് UDF കൺവീനർ കൂടിയായിട്ടുള്ള UDF ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിന് അനുകൂലമായി പ്രസ്താവനയുമായി രംഗത്ത് വന്നു. മറ്റ് UDF ഘടകകക്ഷികൾ RSP അടക്കമുള്ള ഘടകകക്ഷികളും അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന കാര്യമാണ് കണ്ടത്. KPCCയുടെ രാഷ്ട്രീയ സമിതി യോഗം അടിയന്തരമായി അടുത്ത ഞായറാഴ്ച വിളിച്ചു ചേർക്കുകയാണ്. ഈ വിഷയങ്ങൾ അൻവറിനെ കൂടി UDF-ലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള ചർച്ച വീണ്ടും സജീവമാവുകയാണ്. അതിന് സഹായകരമാവുന്ന ഒരു അന്തരീക്ഷമായിട്ട് ഇന്നലത്തെ അറസ്റ്റിലെ അൻവറിന് മാറ്റി തീർക്കാൻ കഴിഞ്ഞു. ആ അർത്ഥത്തിൽ അടുത്തിടെ അൻവർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ മൂവായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. പി.വി. അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിരിക്കുകയാണ്. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം കേവലം പ്രേരണാക്കുറ്റം മാത്രമാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയിരുന്നത്. അതുകൊണ്ട് ജാമ്യം ലഭിക്കാവുന്ന ഒരു വകുപ്പ് തന്നെയായിരുന്നു അത്. ഇന്നലെ രാത്രി 9:30 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരുന്നു. ആ അറസ്റ്റിനെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ആണ് ഇന്ന് 24 മണിക്കൂറായിട്ട് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിട്ട് ഈ അറസ്റ്റിനെ മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പി.വി. അൻവർ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇടക്കാലത്ത് തമിഴ്നാട്ടിലെ DMK-യുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്നു.